ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പരിശുദ്ധാത്മാവ് പറയാണ്, പാപത്തിൻ്റെ ശമ്പളമുണ്ട്. ഏത് പ്രവൃത്തിയും ചെയ്യുന്നവർക്ക് ആ പ്രവൃത്തിക്ക് ഒരു കൂലി, ഒരു ശമ്പളം ലഭിക്കുന്നത് പോലെ പാപം ചെയ്യുന്ന മനുഷ്യർക്കും പാപത്തിൻ്റെ ശമ്പളം ലഭിക്കുന്നു. ആ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. നമുക്കറിയാം, ആദ്യ പിതാവായ ആദാം പാപം ചെയ്തപ്പോഴാണ് മനുഷ്യനിലേക്ക് മരണം കടന്നു വരുവാനിടയായിത്തീർന്നത്. പാപത്തിൻ്റെ ശമ്പളമായിട്ടാണ് മരണം മനുഷ്യനിലേക്ക് വരുവാനിടയായിത്തീർന്നത്. എന്നാൽ ആ പാപത്തിൻ്റെ മുഴുവൻ ശമ്പളവും ഏറ്റുവാങ്ങിയ യേശു കർത്താവ്, മാനവജാതിയുടെ മുഴുവൻ പാപങ്ങളുടെയും ശമ്പളം ഏറ്റുവാങ്ങിയ, മരണത്തെ ആസ്വദിച്ച ഒരു യേശു കർത്താവുണ്ട്. പ്രിയമുള്ളവർ, യേശു കർത്താവ് കാൽവരി കുരിശിൽ മരിക്കുന്നത് യേശു കർത്താവിൻ്റെ പാപനിമിത്തമല്ല, പകരം എൻ്റെയും നിങ്ങളുടെയും പാപനിമിത്തമാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് അങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ പാപം യേശുവിൻ്റെ ശരീരത്തിലായി. യേശു കർത്താവിൻ്റെ ശരീരത്തിൽ മാനവജാതിയുടെ, എൻ്റെ പാപം, നമ്മുടെ ഓരോരുത്തരുടെയും പാപം യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിച്ച് ആ കുരിശും ചുമന്ന് കാൽവരി കുരിശിൽ ചെന്ന് ആ ക്രൂശിൽ മരിക്കുമ്പോൾ പാപത്തിൻ്റെ ശമ്പളം മുഴുവൻ, മാനവജാതിയുടെ മുഴുവൻ പാപത്തിൻ്റെയും ശമ്പളം മുഴുവൻ യേശു കർത്താവ് അത് കൈപ്പറ്റിയിട്ട് നമ്മളെ സ്വതന്ത്രരാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. ഇവിടെ പറയാണ്, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ പാപം ചെയ്ത മനുഷ്യൻ്റെ മരണം യേശു കർത്താവ് ഏറ്റെടുത്തിട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി കർത്താവ് ഒരു കൃപ കാണിച്ചു. കർത്താവിൻ്റെ കൃപ നമുക്ക് തന്നു. അത് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, ഞാൻ നിങ്ങൾ യേശുവിലായിത്തീരുമ്പോൾ നമുക്ക് നിത്യജീവൻ്റെ അവകാശികളായി നമ്മൾ തീരുകയാണ് ചെയ്യുന്നത്. നമ്മൾ പാപം ചെയ്യാഞ്ഞിട്ടല്ല, നമ്മൾ പാപമില്ലാത്തവരായി ജീവിച്ചതുകൊണ്ടല്ല, പകരം യേശുവിൽ വിശ്വസിച്ചപ്പോൾ സകല പാപത്തിൻ്റെയും ശിക്ഷ യേശു കർത്താവ് ഏറ്റെടുത്തിട്ട് നിത്യജീവൻ നമുക്ക് വേണ്ടി, യേശുവിലുള്ള നിത്യജീവൻ നമുക്ക് വേണ്ടി കർത്താവ് ദാനമായി തന്നു. ഇന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം, നമ്മൾ കർത്താവിൻ്റെ കൃപാവരം അനുഭവിക്കുന്നവരാണ്, കർത്താവിൻ്റെ കൃപ അനുഭവിക്കുന്നവരാണ്. യേശുവിൽ നമ്മൾ ജീവിക്കുന്നവരാണെങ്കിൽ നിത്യജീവൻ്റെ അവകാശികളാണ്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തോടെ തീരുന്നില്ല. ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നമുക്കൊരു നിത്യജീവനുണ്ട്. ആ നിത്യജീവനും അനുഭവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നു. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് കർത്താവെ, ഞങ്ങളെ കർത്താവിൻ്റെ ഓമനപുത്രനായ യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി, കർത്താവെ, അവിടുന്ന് ഞങ്ങളെ, കർത്താവെ, ആ കൃപ അനുഭവിക്കാൻ, നിത്യജീവൻ അനുഭവിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കിയതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ആ ദൈവകൃപ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിക്കാൻ, ആ കർത്താവെ കൃപയിൽ ആശ്രയിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയമുള്ളവർ, നമുക്ക് യേശുവിൽ വിശ്വസിക്കാം, നമുക്ക് ആ ജീവനിൽ വാഴാം, നിത്യജീവൻ അനുഭവിക്കാം.